നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. പരശുരാമൻ്റെ 108 ശിവക്ഷേത്രത്തിൽ 30ാമത്തെ ക്ഷേത്രമാണിത്. കുന്നിൻ മുകളിലായി 30 അടി നീളത്തിലും 12 അടി വീതിയുമുള്ള പ്രകൃതിദത്ത ഗുഹയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു ഗുഹാക്ഷേത്രമായിരുന്നതിനാൽ ബുദ്ധ-ജൈന സന്യാസിമാർ ഹിന്ദു സന്യാസിമാർക്കൊപ്പം ധ്യാനിക്കാൻ ഈ സ്ഥലം ഉപയോഗിച്ചിരുന്നു. 1966 മുതൽ കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണിത്. അഗ്നിഭഗവാൻ എപ്പോഴും ശിവനെ ആരാധിക്കുകയും അദ്ദേഹത്തോടൊപ്പം പോവുകയും ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് മഴക്കാലത്ത് ഭഗവാന്റെ വിഗ്രഹം പുറത്തേക്ക് കൊണ്ടുപോകാറില്ല. ഗുഹയുടെ തെക്കേ അറ്റത്താണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ഇതിനു തൊട്ടുമുകളിലായി വേനൽക്കാലത്ത് പോലും വറ്റാത്ത ഒരു ജലാശയമുണ്ട്. ഇത് ഗംഗയായി കണക്കാക്കുന്നു. ദർശന സമയത്ത് ഭഗവാൻ കിഴക്കോട്ട് നോക്കുന്നുണ്ടെങ്കിലും ഭക്തർക്ക് ശിവലിംഗത്തിൻ്റെ വലതുവശം മാത്രമേ കാണാൻ കഴിയൂ. ഇതാണ് പാർശ്വദർശനം എന്ന് പറയുന്നത്. പാർവതി ദേവിയും ഇവിടെ ശിവന് വേണ്ടി സ്ഥിരമായി വസിക്കുന്നു. പടിഞ്ഞാറ് വശത്തെ ചുവരിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹം കൊത്തിയിട്ടുണ്ട്. ശ്രീകോവിലിന് മുന്നിൽ 16 തൂണുകളുള്ള ഒരു നമസ്കാര മണ്ഡപവും ഉണ്ട്. ഗണപതി, ശാസ്താവ്, വരാഹമൂർത്തി, ഭദ്രകാളി, ദുർഗ, ചാമുണ്ഡി, അന്തിമഹാകാളൻ, സപ്തമാതൃക്കൾ, നാഗദൈവങ്ങൾ എന്നീ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. വളരെ പ്രകൃതിരമണീയമായൊരു ഗ്രാമമാണ് തൃക്കൂർ ഗ്രാമം. ഈ ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിൽ നിന്നാൽ നമുക്ക് തൃക്കൂർ ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. തൃക്കൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കയർ തുലാ.